ഞാനും നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ കരിമ്പിലെ മുസ്ലിം ലീഗിൻ്റെ ടൗൺ ലീഗ് വൈസ് പ്രസിഡന്റും കൂടി നിൽക്കുന്നത് നമ്മളെ 2025 മെയ് 19 കൂരിയാട് വലിയ ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക തകർന്നതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്നത്, കൂരിയാട് പാലത്തിനോട് ചേർന്നിട്ട്. ഇവിടെ ഭാവിയിലേക്ക് വലിയൊരു അപകട സാധ്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ദേശീയപാതയുടെ ഈ ഒരു 6 വരിപ്പാതയായിട്ടാണ് രണ്ട് വശങ്ങളിലൂടെയും കടന്നു പോകുന്നത്. അതായത് ഒരു സൈഡ് 3 വരിപ്പാത, മറ്റൊരു സൈഡ് 3 വരിപ്പാതയായിട്ട്. അപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ഭാഗത്ത് 3 വരിപ്പാതയിലൂടെ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഒരേ ലെവലിൽ വന്നിട്ട് കൂരിയാട് പാലത്തിനോട് കൂടിയിട്ട് 2 ലൈനായിട്ട് റോഡ് ചുരുങ്ങി പോവുകയാണ്. അതേപോലെ തന്നെ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും ഈ 2 ലൈനിലോട്ടാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റുള്ളടത്തൊക്കെ ശാസ്ത്രീയപരമായിട്ട് നിർമ്മാണം നടന്നൊരു സമയത്ത് അശാസ്ത്രീയപരമായ നിർമ്മാണമാണ് കൂരിയാട് പഴയ പാലത്തിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പഴയ പാലം ഒന്ന് നവീകരിക്കുക മാത്രമാണ് ചെയ്തത്, അത് വീതി കൂട്ടുകയോ അവിടെ സർവീസ് റോഡ് കെട്ടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചമ്മാട് അതുപോലെ പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ വേങ്ങര ഭാഗത്തേക്കും അതുപോലെ കോഴിക്കോട് മറ്റ് ഭാഗങ്ങളിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഈ കൂരിയാട് പാലത്തിലോട്ട് ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമ്മളെ പുതിയ 6 വരിപ്പാതയിലൂടെ തൃശ്ശൂരിൽ നിന്ന് നേരിട്ട് വരുന്ന വാഹനങ്ങൾ ഒരേ സമയത്ത് വരുമ്പോൾ ഇവിടെ വെച്ച് ഒരു കൂട്ടിമുട്ടലും അതുപോലെ തന്നെ 2 ലൈനിലേക്ക് ചുരുങ്ങുന്നതുമായ ഒരു അപകട സാധ്യത നിലനിൽക്കുകയാണ്. അത് നമുക്ക് ഈ കൂരിയാട് ഈ പഴയ ഒരു റോഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു അപകട സാധ്യതയാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ റോഡിൻ്റെ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ സൈഡിലും ഇത്തരത്തിൽ സർവീസ് റോഡ് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ആ കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നടപ്പാതുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളെ കക്കാട്ടിൽ നിന്ന് കൂരിയാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നടപ്പാത പോലും ഒരുക്കിയിട്ടില്ല. ഈ നടപ്പാത പോലും ഒരുക്കാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കാൽനട യാത്രക്കാർ അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ആളുകൾ പരസ്പരം ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശമാണല്ലോ കൂരിയാട്, ഇവിടെ രണ്ടിടത്തേക്കും പോയി വരുമ്പോൾ ഇതിനുണ്ടാകുന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും കാൽനട യാത്രക്കാർക്ക് വാഹനം പിടിക്കുന്ന ഒരു അപകടം കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. കാരണം വളരെ ഒരു അപകടകരമായ രീതിയിലേക്കാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ പരാതികൾ അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവർ ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു അപകടകരമായ ഒരു പാതയിൽ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് അപകടങ്ങൾ മുമ്പും നമ്മുടെ മുന്നിൽ ഇതുപോലെ കടന്നു പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് വട്ടപ്പാറ വളവിൻ്റെ ഒരു അശാസ്ത്രീയപരമായത് ഒരുപാട് കാലങ്ങളായിട്ട് ചൂണ്ടിക്കാട്ടിയതായിരുന്നു. അത് പിന്നീട് പലതവണ ഉള്ള ഒരു ശാസ്ത്രീയപരമായ മാറ്റങ്ങളും അമ്പിടലും ഒക്കെ ആയിട്ട് വന്നിട്ടാണ് ഒരു പരിധിവരെ ചുരുക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മളെ പാണമ്പ്ര ജഗതി പ്രശസ്തമായ സിനിമാ നടൻ ജഗതി അപകടത്തിൽപ്പെട്ടൊരു സ്ഥലം, അവിടെയും ഇത്തരത്തിലൊരു അപകട മേഖലയായിരുന്നു. പിന്നീട് ഓരോരോ അപകടങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ അധികൃതർ കണ്ണ് തുറന്ന് മുന്നോട്ട് വന്ന് പല പരിഷ്കാരങ്ങളും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കൂരിയാടും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് തോന്നുന്നു ഒരു ഡിവൈഡർ വെച്ചതും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു അപകടം നടന്നിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് പകരം ഒരു അപകടങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അടിയന്തരമായിട്ട് നമുക്ക് സർവീസ് റോഡ് നിർമ്മിക്കണം. അതുപോലെ തന്നെ ഈ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നടപ്പാതയും ഇവിടെ നിർമ്മിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നടപ്പാതയാണ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ നടപ്പാതയും ഇവിടെ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കണം. കാരണം വെച്ചാൽ വിദ്യാർത്ഥികൾ പലരും സ്കൂളിലേക്കും മറ്റും ഒക്കെ പോകുന്നത്, ചെറിയ ആവശ്യങ്ങൾക്ക് പോകുന്നത് ഒക്കെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതിലൊരു പ്രധാന ഒരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ സർവീസ് റോഡും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുള്ളതാണ്. കാരണം ഈ 2 വരി പാതയായി ചുരുങ്ങുകയാണ്. അപ്പോൾ ഒരു ഭാവിയിലേക്ക് വലിയൊരു അപകട സാധ്യത നിലനിൽക്കണം. ഒരു ഗതാഗത കുരുക്ക് അതുപോലെ തന്നെ ഇത്രയും വലിയ ടോളൊക്കെ വിരിച്ചിട്ട് വരാൻ പോകുന്ന ഒരു റോഡിൽ ഈ ഒരു ചെറിയൊരു പ്രദേശത്ത് കാരണം ഭാവിയിലേക്ക് അപകടങ്ങൾ വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം വരെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കൽ വളരെയധികം അത്യാവശ്യമാണ്. അതിനു വേണ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ പല സംഘടനകളും കൊടുത്ത പരാതികളൊക്കെ അധികൃതരുടെ മുന്നിലെത്തിയിട്ട് അതിനൊരു കണ്ണ് തുറന്നിട്ട് ഇവിടെ നമ്മൾക്കൊരു സർവീസ് റോഡ് എന്ന ആവശ്യം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.